കുടുംബശ്രീ, തൊഴിലുറപ്പ്, ഹരിതകർമ്മസേന, ആശാ വർക്കേഴ്സ്, അംഗനവാടിക്കാർ, സാക്ഷരതാ പ്രവർത്തകർ, എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും സർക്കാരിൻ്റെ ഫ്ലോട്ടിംഗ് പീപ്പിളായിട്ടുള്ള ലക്ഷക്കണക്കിന് സ്ത്രീകൾ കയ്യിലുള്ള ഒരു സർക്കാർ. നേരത്തെ എന്ത് പരിപാടി വന്നാലും താഴെ ഈ അങ്ങോട്ട് നോട്ട് കൊടുക്കും, അവരുടനെ തന്നെ വാട്സപ്പിലിടും. പച്ച സാരി എടുത്തുകൊണ്ട് വരിക, ഇന്ന് മഞ്ഞ സാരി എടുത്തുകൊണ്ട് വരിക, വെള്ള സാരി എടുത്തുകൊണ്ട് വരിക, ചുരിദാർ ഇട്ട് വരിക എന്നൊക്കെ പറഞ്ഞ് ഇത്ര മണിക്ക് വരിക എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ട് ലക്ഷക്കണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകളെ പരിപാടികളിൽ ഒത്തിച്ചു കൂട്ടും. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രിയുടെ വാഹന പ്രചരണ ജാഥ അല്ലെങ്കിൽ വികസന മുന്നേറ്റ ജാഥയിലും ആരുമില്ല. മുഖ്യമന്ത്രി പ്രസംഗിച്ച് കഴിയുമ്പോൾ സകല, പ്രത്യേകിച്ച് ഗോവിന്ദൻ മാഷ് പ്രസംഗിക്കുകയായിരിക്കും, അപ്പോൾ ആളുകൾ സ്ഥലം വിടും. ഇദ്ദേഹം പറയണതില്ലാത്ത വിശ്വാസമുള്ളവർ വീട്ടിൽ പോയിരുന്നാലും കേൾക്കാമല്ലോ, അല്ലെങ്കിൽ പിന്നെ വാട്സപ്പിൽ കേൾക്കാമെന്ന് പറഞ്ഞ് സകല ആളുകൾ മുങ്ങിക്കളയും. ഇപ്പോഴിതാ കഴക്കൂട്ടത്ത് ഇടത്താവളം, ശബരിമല ഇടത്താവളത്തിന് വേണ്ടി തുടങ്ങിയ അടിപൊളി ഒരു സ്ഥലം, നല്ല പരിപാടിയാണ്. അത് കടകംപള്ളി സുരേന്ദ്രൻ കൊണ്ടുവന്നൊരു പരിപാടിയാണ്. അദ്ദേഹം ഈ കക്കുമെങ്കിലും മുക്കുമെങ്കിലും അതിനിടയിൽ കൂടെ ചില നല്ല കാര്യങ്ങൾ ചെയ്യും. മോഷ്ടിച്ച് അയ്യപ്പൻ്റെ സ്വർണ്ണമൊക്കെ മോഷ്ടിച്ചവരുടെ കൂടെയൊക്കെ നിന്നു, മോഷ്ടിച്ചവരുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട്, സഹായിച്ചൊക്കെ നിന്ന്, മോഷ്ടിച്ചിട്ടില്ല എന്നാലും സഹായിച്ചിട്ടൊക്കെ നിന്ന്. പക്ഷെ അദ്ദേഹം വളരെ മനോഹരമായ ഇടത്താവളം കൊണ്ടുവന്നു. പക്ഷേ വിശ്വാസികൾ, അയ്യപ്പൻ വിശ്വാസികൾ മുഴുവൻ പിണറായിയെ കൈവിട്ടു. ഇനി അവർ വോട്ട് ചെയ്യാൻ മാത്രം ഇരിക്കുകയാണ്, തിരിച്ചിടിക്കാൻ വേണ്ടി, UDF ഇടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. വളരെ വലിയ തോതിലാണ് അയ്യപ്പ സംഗമം നടത്തിയപ്പോഴും പൊളിഞ്ഞുപോയി. 3000 പേർക്ക് വേണ്ടിയുള്ള സംഗമം നടത്തി 600 പേര് പോലും പങ്കെടുത്തില്ല. എങ്കിലും കുഴപ്പമില്ല, 3000 പേര് പേരിൽ ബില്ല് എഴുതിയെടുത്തു. ഭജന സംഘത്തിന്, നന്ദഗോപാൽ ഭജന സംഘത്തിൻ്റെ പേരിൽ എഴുതിയെടുത്തതിന് ഇപ്പം പറഞ്ഞിരിക്കുന്ന ന്യായം അബദ്ധം പറ്റിപ്പോയെന്നാണ്. അറിയാതെ എഴുതിയപ്പോൾ നന്ദഗോപൻ ഭജന സംഘം ഒന്ന് ആയിപ്പോയി, അങ്ങനെ 8 ലക്ഷം, 800 രൂപ എഴുതിയതാണ് 8 ലക്ഷം ആയിപ്പോയി. എന്തൊരു ഉടായ്പാണ് ഈ ദേവസ്വം ബോർഡൊക്കെ. അപ്പോഴാണ് ഇടത്താവളത്തിന് ഒരു മനുഷ്യൻ കേൾക്കാനില്ല. മുഖ്യമന്ത്രി വരുമ്പോഴെങ്കിലും 10 ആളെ കൊണ്ടിരുത്തണ്ടേ, ഒന്നുമില്ലെങ്കിൽ ഒരു തിരുവാതിര വെച്ചാൽ പോരായിരുന്നു. 10,000 സ്ത്രീകളുടെ തിരുവാതിര, കാരണഭൂതന് പകരം സെക്കൻഡ്, കാരണഭൂതൻ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇടത്താവള മൈതാനത്ത് ഒരു 10,000 സ്ത്രീകളുടെ തിരുവാതിര വച്ചിരുന്നെങ്കിൽ ഒറ്റ മനുഷ്യൻ ഒഴിഞ്ഞു പോകത്തില്ലായിരുന്നു. ആ 10,000 പേരുടെ തിരുവാതിരയെ നടക്കുമായിരുന്നു. അങ്ങനെ തന്നെ 10,000 ആയി, കാണാനൊരു 10,000 പേര് വരികയും ചെയ്തതിന് വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ ഇത് ബുദ്ധിയില്ലാതെ നടത്തി. ഇടത്താവളത്തിൽ കേൾക്കാനും കാണാനും ഒരു മനുഷ്യനും വന്നില്ല. അങ്ങനെ ഒഴിഞ്ഞ കസേരയിൽ നോക്കി വളരെ വലിയ അയ്യപ്പ സന്ദേശം കൊടുക്കാൻ മുഖ്യമന്ത്രി കഴിഞ്ഞു. മുഖ്യമന്ത്രിക്ക് എന്താണ് ചോദിക്കുക മുഖ്യമന്ത്രിയോട്? അങ്ങ് ഇങ്ങനെ ഒരുപാട് പരിപാടിയിൽ പോകുന്നു, പരിപാടിയിലൊന്നും ആളില്ല. അങ്ങ് ഇനി ഒരു PR വർക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ജനങ്ങൾ ആൾറെഡി തീരുമാനം എടുത്തു കഴിഞ്ഞു. അവർ ഇനി എന്നാണ് താങ്കൾക്ക് അവർ ഒരു അവസരം നിഷേധിക്കുന്നതെന്നുള്ള ഡേറ്റിന് മാത്രമായി ആളുകൾ കാത്തിരിപ്പുണ്ട്. എന്തായാലും ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇനി ദയവായി അങ്ങ് പരിപാടികൾക്ക് പോകാതിരിക്കുക, ഹാൾ പ്രോഗ്രാമിന് പോവുക. അതാകുമ്പോൾ കുഴപ്പമില്ല, ഒരു കൊച്ചു ഹാൾ പ്രോഗ്രാമാണ്. ഉദ്യോഗസ്ഥർ ആരെങ്കിലും എവിടെ നിന്നെങ്കിലുമൊക്കെ പിടിച്ചുകൊണ്ടിരുത്തും, കാരണം അല്ലെങ്കിൽ അവരുടെ ജോലി പോകും. അതുകൊണ്ട് അവർ പിടിച്ചെടുത്ത് കനകക്കുന്നിലൊക്കെ പോലുള്ള ഹാൾ പ്രോഗ്രാമിന് പോവുക. ഒരു കാരണവശാലും പബ്ലിക്കിനെ ഡിപ്പെൻഡ് ചെയ്യരുത്. മലയാളി നിങ്ങളെ വഞ്ചിക്കും, പ്രത്യേകിച്ച് വിശ്വാസികളെ ഒരിക്കലും നമ്പിക്കരുത്. നമ്പിനാൽ ബാക്കി ഞാൻ പറയുന്നില്ല.